ഇതാരാണെന്ന് അറിയാമോ? അണ്ടർടേക്കർ ആണോ? അല്ല, ഇത് അണ്ടർടേക്കർ അല്ല, അണ്ടർഫേക്കർ ആണ്. WWE അവരുടെ WWF എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അണ്ടർടേക്കർ വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അണ്ടർടേക്കർ ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന അണ്ടർഫേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് അണ്ടർടേക്കറുകളെ വെച്ച് WWE സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയത് എന്നുള്ളതും ആ സ്റ്റോറി ലൈൻ എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് റെസ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലിനെ 100K അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഈ കഥയുടെ എല്ലാം തന്നെ തുടക്കം 1994 റോയൽ റംബിളിൽ വെച്ചിട്ടായിരുന്നു. അന്നത്തെ WWF ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നത് യോക്കോസുന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്ലറായിരുന്നു. യോക്കോസുന വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള കാസ്കറ്റ് മാച്ച് WWE അവിടെ കൺഫേം ചെയ്യുകയുണ്ടായി. കാസ്കറ്റിനകത്ത് ആ ഒരു റെസ്ലറെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസ്ലർ തോറ്റുപോകും എന്നുള്ളത് തന്നെയായിരുന്നു കാസ്കറ്റ് മാച്ചിന്റെ റൂൾ ആയിട്ടുണ്ടായിരുന്നത്. അതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിരുന്നു. ആ മാച്ചിനിടയ്ക്ക് ചെയർ ഉപയോഗിച്ച് യോക്കോസുനയും അണ്ടർടേക്കറും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിലുടനീളം അണ്ടർടേക്കറിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പോൾ ബിയറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ആയിരുന്നു. യോക്കോസിനെ അറ്റാക്ക് ചെയ്ത് കാസ്കറ്റിന്റെ അകത്തിട്ട് അടയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും മറ്റു പല റെസ്ലേഴ്സ് വന്നുകൊണ്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഓരോരുത്തരായിട്ട് വന്നപ്പോഴും ടേക്കർ അവരുടെ മുൻപിലെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 8ഓളം റെസ്ലേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയമായപ്പോഴേക്കും യോക്കോസിനയുടെ മാനേജറിന്റെ കയ്യിലേക്ക് അണ്ടർടേക്കറിന്റെ എത്തുകയുണ്ടായി. അതോടെ ടേക്കറിന്റെ കയ്യിലുള്ള മുഴുവൻ പവറുകളും പോയി ഈ 8 പേരും കൂടി അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്ത് കാസ്കറ്റിന്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോൾ ബിയറർ ഓടിച്ചെന്നുകൊണ്ട് ആ ഒരു എടുത്ത് കയ്യിൽ പിടിച്ചു. അതോടുകൂടി അണ്ടർടേക്കറിന് തന്റെ പഴയ ശക്തി തിരിച്ചു കിട്ടി. പിന്നീട് 8 പേരെയും ടേക്കർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഏറ്റവും അവസാനം വീണ്ടും പോൾ ബിയറിന്റെ കയ്യിൽ നിന്നും ആ ഒരു യോക്കോസുന കൈക്കലാക്കുകയുണ്ടായി. അതോടുകൂടി വീണ്ടും ടേക്കറിന്റെ പവർ അവിടെ പോയി. ആ ഒരു നിലത്തേക്ക് ഇട്ടപ്പോഴേക്കും അതിന്റെ അകത്തു നിന്നും ഒരു ഗ്രീൻ കളറിലുള്ള സ്മോക്ക് പോകുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് 8 പേരിൽ നിന്നുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഫ്ലൈയിങ് മൂവുകൾ അണ്ടർടേക്കറിന്റെ മേൽ ചെയ്യുകയുണ്ടായി. ഏറ്റവും അവസാനം യോക്കോസിന ചവിട്ടി അണ്ടർടേക്കറിനെ കാസ്കറ്റിന്റെ അകത്തേക്ക് ഇട്ടു. ബാക്കിയുള്ള 8 റെസ്ലേഴ്സും കൂടി ആ ഒരു കാസ്കറ്റ് അടച്ചു. അങ്ങനെ യോക്കോസിന ആ ഒരു മാച്ചിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി കാസ്കറ്റ് തള്ളി എൻട്രൻസ് ഏരിയയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അണ്ടർടേക്കറിന്റെ മ്യൂസിക് അവിടെ കേൾക്കുകയുണ്ടായി. അപ്പോൾ തന്നെയായിരുന്നു അറേനയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് സ്ക്രീനിൽ അണ്ടർടേക്കറിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് അണ്ടർടേക്കർ കാസ്കറ്റിന്റെ അകത്ത് കിടക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഫൂട്ടേജ് ആയിരുന്നു സ്ക്രീനിൽ കാണിച്ചത്. താൻ ഒരിക്കലും മരിക്കില്ലെന്നും ശക്തമായി തിരിച്ചു വരുമെന്നുള്ളതും പ്രഖ്യാപിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയരുന്ന പോലെയുള്ള ഒരു കാര്യമായിരുന്നു അവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻ കഴിഞ്ഞതിന് ശേഷം റിയൽ ആയിട്ടും ആ ഒരു അറേനയിൽ ഒരാൾ മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നത് പോലെയും മുകളിൽ കുറച്ച് സ്മോക്ക് വരുന്നത് പോലെയും എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു അന്ന് WWF-ൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചത്. ശരിക്കും കഥയിൽ ഇത് അമാനുഷികമായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും റിയൽ ആയിട്ട് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അണ്ടർടേക്കറിനെ തന്റെ പുറം ഭാഗത്ത് ബാക്കിന് ഒരു പരിക്ക് പറ്റിയതിനെ തുടർന്ന് അത് ഭേദമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോറി ലൈനിലൂടെ തന്നെ അണ്ടർടേക്കറിനെ കുറച്ചു കാലത്തേക്ക് WWF മാറ്റിവെച്ചതായിരുന്നു. പക്ഷേ WWE ഏറ്റവും മോശം അവസ്ഥയിലേക്കായിരുന്നു അതിനുശേഷം പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഷോ കണ്ടിട്ടുണ്ടായിരുന്നത് അണ്ടർടേക്കറിന്റെ വരവ് നോക്കിയിട്ടായിരുന്നു. അണ്ടർടേക്കർ പോയതോടുകൂടി ആരാധകർക്കിടയിൽ അദ്ദേഹം എവിടെ എന്ന ചോദ്യം തന്നെയായിരുന്നു മുഴുവനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ഷോയിലും വന്നുകൊണ്ട് അണ്ടർടേക്കറിന് വേണ്ടിയിട്ടുള്ള ചാൻഡുകളായിരുന്നു ഫാൻസ് മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നതും. പക്ഷേ WWEക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുണ്ടായിരുന്ന അണ്ടർടേക്കറിനെ അവർ കോമഡി പീസാക്കി മാറ്റുകയുണ്ടായി. അതായത് അണ്ടർടേക്കറിനെ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തർ പറയുന്ന രീതിയിലുള്ള ഫൂട്ടേജുകളായിരുന്നു WWF പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഒരു ഡാർക്ക് ക്യാരക്ടറിൽ നിന്നിട്ടുണ്ടായിരുന്ന അമാനുഷികമായിട്ടുള്ള വ്യക്തിയെ പിടിച്ച് അവർ കോമാളി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർടേക്കറിന്റെ പരിക്കുമാറി വരുന്നത് വരെ WWF-ന് എങ്ങനെയെങ്കിലും വ്യൂവേഴ്സിനെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമായിരുന്നില്ല, ലെസ്ലി നീൽസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോമഡി ചെയ്യുന്ന വ്യക്തിയെ അണ്ടർടേക്കറിനെ അന്വേഷിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഷോയും കൂടി WWF-ന്റെ സൈഡിൽ നിന്നും നടത്തിയിരുന്നു. ടേക്കറെ തെരഞ്ഞുകൊണ്ട് വയലിലും പാർക്കിലും ഓരോരോ സ്ഥലങ്ങളിലും പോയിക്കൊണ്ട് എനിക്ക് അണ്ടർടേക്കറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതെല്ലാം തന്നെ തമാശ രൂപേണ പറയുന്ന ഒരു ഷോ മാത്രമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടെഡ് ഡിബിയാസി റിങ്ങിലേക്ക് വന്നു. താൻ പണം കൊടുത്തുകൊണ്ട് അണ്ടർടേക്കറിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ടെഡ് ഡിബിയാസി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്
അതിൻ്റെ കൂടെ ഒരു അണ്ടർടേക്കർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഫാൻസ് മുഴുവൻ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിങ്ങിലേക്ക് എത്തിയപ്പോഴേക്കും ഫാൻസിന്റെ കൈയടികളെല്ലാം തന്നെ നിന്നു. കാരണം ഇത് ഒറിജിനൽ അണ്ടർടേക്കർ അല്ലായിരുന്നു. നമ്മുടെ ഒറിജിനൽ അണ്ടർടേക്കറിന്റെ കയ്യിൽ ഒരു പേർപ്പിൾ കളർ ഗ്ലൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊരു ഗ്രേ കളർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഒറിജിനൽ അണ്ടർടേക്കറിന്റെ അത്രത്തോളം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വേറൊരു വ്യക്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാണാനും മൂവുകളും എല്ലാം തന്നെ ഒരുപോലെ ഉണ്ടായിരുന്നു. ടെഡ് ഡിബിയാസ് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ ഒരു അണ്ടർ ഫേക്കർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പോൾ ബിയറർ റിങ്ങിലേക്ക് വരികയുണ്ടായി. ഈ അണ്ടർ ഫേക്കറും ടെഡ് ഡിബിയാസും റിങ്ങിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അണ്ടർ ഫേക്കറോട് പോൾ ബിയറർ തന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ പണം കാണിച്ചു നിന്നിട്ടുണ്ടായിരുന്ന ടെഡ് ഡിബിയാസിയുടെ കൂടെയായിരുന്നു അണ്ടർ ഫേക്കർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പോൾ ബിയറർ ആ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഒറിജിനൽ അണ്ടർടേക്കർ അല്ല. ഒറിജിനൽ അണ്ടർടേക്കറിനെ നിയന്ത്രിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള ആ ഒരു ഏണിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അവിടെ നിന്നുമായിരുന്നു ഒറിജിനൽ അണ്ടർടേക്കർ വേഴ്സസ് ഫേക്ക് അണ്ടർടേക്കർ തമ്മിലുള്ള സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോ ആഴ്ചയിലും വന്നുകൊണ്ട് ഇവരുടെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു കാണിച്ചത്. താൻ ഒറിജിനൽ ആണ് എന്നുള്ളത് ടെഡ് ഡിബിയാസിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഫേക്ക് അണ്ടർടേക്കർ അവിടെ നിന്നും വാദിക്കുന്നതും അവിടെ നിന്നും ടെഡ് ഡിബിയാസി ഇതാണ് ഇനി മുതൽ നിങ്ങളുടെ അണ്ടർടേക്കർ എന്നുള്ളത് ഫാൻസിന്റെ മുൻപിൽ നിന്ന് കാണിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 94-ലെ സമ്മർ സ്ലാമിന് മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ ജെറി ലോളറുടെ ഷോയിലേക്ക് പോൾ ബിയററും ടെഡ് ഡിബിയാസിയും ഫേക്ക് അണ്ടർടേക്കറും വന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ടെഡ് ഡിബിയാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമ്മർ സ്ലാമിൽ നിന്റെ അണ്ടർടേക്കറുടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർ ഫേക്കർ പോൾ ബിയററിന്റെ കഴുത്ത് പിടിച്ച് ചോക്ക് സ്ലാം ചെയ്യാൻ വേണ്ടി നോക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അവിടെ അറേനയിലുള്ള മുഴുവൻ ലൈറ്റുകളും മിന്നി കത്താൻ വേണ്ടി തുടങ്ങി. അണ്ടർടേക്കറിന്റെ മ്യൂസിക് അവിടെ കേട്ടു. ഫാൻസ് മുഴുവൻ ആവേശത്തിലായിരുന്നു അണ്ടർടേക്കർ ഒറിജിനൽ ഇപ്പോൾ വരുമെന്നോർത്ത്. എന്നാൽ ഒറിജിനൽ അണ്ടർടേക്കർ സമ്മർ സ്ലാമിലായിരിക്കും വരിക എന്നുള്ളത് പോൾ ബിയറർ തന്നെ അവിടെ പറയുകയുണ്ടായി. എന്നാൽ ഫാൻസിന് ഒരു ഉറപ്പുമില്ലായിരുന്നു അണ്ടർടേക്കർ സമ്മർ സ്ലാമിൽ തിരിച്ചു വരുമോ എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ 1994-ലെ സമ്മർ സ്ലാം നടന്നു. ആദ്യം തന്നെ ഫേക്ക് അണ്ടർടേക്കർ റിങ്ങിലേക്ക് എത്തി. പോൾ ബിയറർ ഒരു ശവപ്പെട്ടിയും കൊണ്ട് റിങ്ങിലേക്ക് വരികയുണ്ടായി. റിംഗ് സൈഡിൽ വെച്ച് ആ ഒരു ശവപ്പെട്ടി ആ ഒരു കാസ്കറ്റ് തുറന്ന് അതിൻ്റെ അകത്തു നിന്നും അണ്ടർടേക്കറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏൺ പോൾ ബിയറർ കയ്യിലേക്ക് എടുത്തു. റിങ്ങിൽ വെച്ച് ആ ഒരു ഏൺ തുറന്നപ്പോൾ അതിനകത്തു നിന്നും ഒരു വെളിച്ചമായിരുന്നു മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി അതാ വരുന്നു ദി അണ്ടർടേക്കർ. അങ്ങനെ ആദ്യമായി അണ്ടർടേക്കർ വേഴ്സസ് അണ്ടർടേക്കർ രണ്ടുപേരും റിങ്ങിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്നു. പറയാതിരിക്കാൻ വയ്യ, രണ്ടുപേരിൽ ആരാണ് ഒറിജിനൽ എന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ തന്നെയായിരുന്നു രണ്ടുപേരുടെയും മേക്കപ്പ് ഉണ്ടായിരുന്നത്. ആകെ മനസ്സിലാക്കാനുള്ള ഒരു വഴി ഒറിജിനലിന്റെ കയ്യിൽ പേർപ്പിൾ കളർ ഗ്ലൗസ് ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. ആ മാച്ചിന്റെ അവസാനം ഫേക്ക് അണ്ടർടേക്കർ നമ്മുടെ ഒറിജിനൽ അണ്ടർടേക്കറിനെ ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്തു. അത് ചെയ്ത് തോൽപ്പിക്കാൻ നിൽക്കുന്നതിന് മുൻപേ തന്നെ പോൾ ബിയറിന്റെ ഏൺഡ് പവർ കൊണ്ട് അണ്ടർടേക്കർ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് 3 തവണയായിരുന്നു അണ്ടർ ഫേക്കറിനെ ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഒറിജിനൽ അണ്ടർടേക്കർ ആ ഒരു മാച്ചിൽ വിജയിച്ചു. അണ്ടർ ഫേക്കറെ കാസ്കറ്റിലിട്ട് അടച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോവുകയുണ്ടായി. അതോടുകൂടി ഇവർ തമ്മിലുള്ള സ്റ്റോറി ലൈനും അവിടെ അവസാനിച്ചു. ശരിക്കും ഒരുപാട് നാളുകൾ കൊണ്ടുപോകണമെന്ന് WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു അണ്ടർടേക്കർ വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ളത്. പക്ഷേ ഫാൻസിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതായത് കോമഡിയാക്കി മാറ്റിയതിനെ തുടർന്ന് ഫാൻസിന് അത് വളരെയധികം നിരാശ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ ഒരു ഫേക്ക് അണ്ടർടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൽ വന്നിട്ടുണ്ടായിരുന്നത് ബ്രയാൻ ലീ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലർ ആയിരുന്നു. ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ അണ്ടർടേക്കർ ആയിട്ടുള്ള മാർക്ക് കാലവേയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഈ ഫ്യൂഡിന് ശേഷം ബ്രയാൻ ലീ മറ്റൊരു പേരിൽ WWF-ലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ചെയിൻസ് എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത്. അന്നത്തെ ഏറ്റവും മോശം കഥ വരെ ഇന്നത്തെ ഏറ്റവും സൂപ്പർ കഥകളേക്കാൾ വളരെ ഗംഭീരമായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ താരത്തിന്റെ കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.